എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആകെപ്പാടെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി രാധികയും വരണം നിൽക്കുകയാണ്. പെട്ടെന്ന് കാഞ്ചന വെച്ചു, അല്ല എന്താ തെളിവ്? എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ രാധികാമ്മ ആ തെളിവിനകത്ത് എന്താ എഴുതിയിരിക്കുന്ന ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികാമ്മ പറഞ്ഞു, വലിയൊരു തെളിവ് തന്നെയാ കിട്ടിയിരിക്കുന്നത്. എന്താണെന്നറിയോ, ഈ നിൽക്കുന്ന ഗീതു ഉണ്ടല്ലോ, അവൾ ഗർഭിണിയാന്ന്. ഗർഭിണിയാന്നോ? രേഖയും പ്രിയയും പരസ്പരം നോക്കുവാണ്. എന്തെന്നില്ലാത്ത സന്തോഷം. പിന്നീട് പോയി ഗീതുവിനെ കെട്ടിപ്പിടിക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ രാധിക പറഞ്ഞു, സന്തോഷിക്കൊന്നും വേണ്ട. ആരുടെ കുഞ്ഞ ഏതാന്നൊക്കെ ആര് കണ്ടു? ഇവൾ എവിടെയെങ്കിലും പോയി ഒരു ഗർഭം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അത് എന്റെ ഗോവിന്ദന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവെന്ന് പറയാം. ഗീതു പറഞ്ഞേ, അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഓ, അനാവശ്യം നിനക്ക് കാണിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞാലാ കുഴപ്പമില്ലേന്ന് ചോദിക്കുക. ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. വരും പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഗോവിന്ദണ്ണ അറിയിക്കണം എന്ന് പറയാം. ഗീതു പറഞ്ഞു, വേണ്ടാന്ന് പറയണം. വേണ്ടാന്ന് നീ പറയും, പക്ഷെ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ വാ വരുണേ എന്നും പറഞ്ഞ് വരുണിനെ കൂട്ടിക്കൊണ്ട് രാധികാമ്മ അങ്ങോട്ടേക്ക് പോവാണ്. ഗോവിന്ദ് ഫോൺ വിളിക്കുന്നിടത്തേക്ക്. അപ്പോൾ കാഞ്ചനയ്ക്ക് ഒരു സംശയം. കാഞ്ചന വന്നിട്ട് പറഞ്ഞു, അല്ല എനിക്കൊരു സംശയം. ഈ കിഷോർ മാം മരിച്ചിട്ട് എത്ര മാസമായെന്ന് പറഞ്ഞു തീരുവല്ല. കാഞ്ചന മലർന്നടിച്ച് കിടക്കുവാണ്. ഒരു നിമിഷം ഗീതുവും ഗീതുവും രേഖയും ഞെട്ടിപ്പോയി. നോയി കഴിഞ്ഞപ്പോഴത്തേനും അത് മറ്റാരും വരുന്നില്ല. കാരണം പ്രിയ ഒറ്റ ചവിട്ട് കൊടുത്തായിരുന്നു നെഞ്ചത്തേക്ക്. കാഞ്ചന നെഞ്ചു നോക്കി. ഇപ്പൊ എന്റെ കാലിനൊക്കെ നല്ല ബലമുണ്ട്. എന്താ കാഞ്ചനൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത്? വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ. ഈ നാക്ക് ഞാൻ പിഴുതെടുക്കുമെന്ന് പറയാ. ഇനി എന്റെ കീർച്ചേച്ചിനെ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാ. ദേ, ഗോവിന്ദന്റെ ഗർഭം തന്നെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള കാര്യ. അതിനിടയ്ക്കേക്ക് ഓരോന്നും പറഞ്ഞ് വന്നേക്കരുതെന്ന് പറയാ. കാഞ്ചന ഇങ്ങനെ ഒരു നിമിഷം അവിടെ കിടന്ന് ആലോചിക്കുക. വീഴ്ചയില് കാഞ്ചനയ്ക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നൊരു അവസ്ഥയെ പെട്ടെന്ന് കാഞ്ചനയുടെ മനസ്സിലേക്ക് ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കുഞ്ഞു വരുവാണ്. അവര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ രംഗം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും കാഞ്ചന പറഞ്ഞു, ഓ അപ്പൊ ശരിയായിരിക്കും, ഇത് ഗീതുപ്പാപ്പയുടെ കുഞ്ഞു തന്നെ ആയിരിക്കും അല്ലേ എന്ന് പറയണം. ആ സമയം സമനില എറ്റിയ പോലെ രാധിക ഭരണും കൂടെ പുറത്തേക്ക് ചെല്ലുവാണ്. ഇത് വരണേ, ഒരു നിമിഷം പോലും താമസിപ്പിച്ചുകൂടാ, ഇന്ന് തന്നെ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്ന് പറയാണ്. പരും പറഞ്ഞു, അത് ശരിയാമേ, ഒരു നിമിഷം പോലും അവളെ ഈ വീട്ടിൽ കാണാൻ പാടില്ല. നമുക്ക് പിന്നെ സമാധാന സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയുകയും ചെയ്യാം. അത് ശരിയാ. അല്ല, ഈ ചേതൻ ഗ്രൂപ്പിന് ഒറ്റിക്കൊടുത്തുള്ള പണം പിന്നെ കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വീട്ടിലെ പിന്നെ അവകാശമായ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്ത് നമ്മളും കൂടെ കൂട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം. അപ്പോഴേക്കും ഗോവിന്ദനോട് ഫോൺ വിളിച്ചോണ്ട് വന്നേ. പെട്ടെന്ന് രാധികാമ്മ ഗോവിന്ദന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അത് കണ്ണാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. പക്ഷെ ഗോവിന്ദ അന്ന് ശ്രദ്ധിച്ചില്ല. ഭയങ്കര ഫോണിലാ. ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. വീണ്ടും വരുണ അങ്ങ് ചെന്നു. അത് ഗോവിന്ദന്റെ ഒരു കാര്യം പറയാനുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഗോവിന്ദ് ബെരികിനെ പോലെ ഫോൺ വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈ സമയം രാധിക പറഞ്ഞു, അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കല്ലേ. ഇപ്പൊ തന്നെ കയ്യോടെ കൂടി ചൂടോട് കൂടി കാര്യങ്ങൾ പറയണം. എന്നാലും അവളെ ഇപ്പൊ തന്നെ ഇറക്കി വിടുള്ളൂ. ഒന്നുകൂടെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് രാധിക അവിടെ കിടന്ന് ഗോവിന്ദന്ന് ഉറക്കെ വിളിക്കുകയാണ്. അവസാനം ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരിക. എന്താ കാര്യം? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തതെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഇപ്പൊ ഇത്ര കാര്യം ഇരിക്കണം എന്ന് ചോദിക്കുക. അപ്പൊ തന്നെ അയ്യപ്പേട്ടനും കൂടെ അങ്ങോട്ട് വന്നു. അയ്യപ്പേട്ടൻ വന്നിട്ട്, എന്താ പ്രശ്നം? എന്തിനാ ഇവിടെ കിടന്ന് ഒച്ചപ്പാടും വേളെന്ന് ചോദിക്കുക. അതെ, അയ്യപ്പേട്ടൻ ഇപ്പൊ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. എന്ത്? അതൊക്കെ കാത്തിരുന്ന് കാണാനായിട്ട് വരണു പറയണ. രാധികാമ്മ എന്തിനാ ഇങ്ങനെ വിളിച്ചെന്ന് ചോദിക്കുക. അത് പിന്നെ മോനെ, അവളുണ്ടല്ലോ ആ ഗീതു നമ്മളെല്ലാരും ചതിച്ചെന്ന് പറയണ. ചതിച്ചോ? എങ്ങനെ? അത് മോനെ, അവള് ഗർഭിണിയാന്ന് പറയണേ. ഗർഭിണിയോ? അതെ. രാധികാമ്മ എന്തൊക്കെയാ പറയണേ? അതെ മോനെ, അവള് ഗർഭിണിയാത്. അതിന്റെ തെളിവ് എനിക്ക് കിട്ടിയെന്ന് പറയാ. തെളിവ്? എന്ത് തെളിവ്? ആ റിപ്പോർട്ട് അങ്ങോട്ട് കാണിക്കുവാണ്. ഇത് ഗോവിന്ദ് പെട്ടെന്ന് വാങ്ങി നോക്കി. ഗോവിന്ദന് എന്തെന്നില്ല സന്തോഷം തോന്നി. പെട്ടെന്ന് ഗോവിന്ദ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി ഓടുവാണ്. ഇവനിത് എന്ത് പറ്റി എന്നോർത്ത് രാധികാമ്മ വരണമെങ്കിൽ ഒരു നിമിഷം അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഗോവിന്ദ് നേരെ ഹാളിലേക്ക് എന്നപ്പോഴത്തേനും ഗീതു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗീതിനോട് ചോദിച്ചു, സത്യമാണോ പറഞ്ഞെന്ന് ചോദിക്കും. എന്ത്? നീ ഗർഭിണിയാണെന്ന് ചോദിക്കും. അതേന്ന് പറയണ. പറഞ്ഞു തീരുവല്ല. ഗീതുവിനെ എടുത്തിട്ട് വട്ടം കറക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് പ്രിയ രേഖയും കൂടി ചിരിക്കുക. അപ്പോഴേക്കും അകത്തേക്ക് രാധികാമ്മ വരണം കയറുന്നു. അവർക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല. പിന്നീട് ഗീതു പറഞ്ഞു, എന്നെ താഴെ നിർത്ത് ഗോവിന്ദേട്ടാ, എനിക്ക് തല ഇറങ്ങാൻ തുടങ്ങിയെന്ന് പറയണ. പിന്നീട് ഗോവിന്ദ് താഴെ നിർത്തി. ആ സമയം രാധിക പറഞ്ഞു, കണ്ണ നീ എന്തൊക്കെ കോപ്രായങ്ങളായി കാണിച്ചു കൂട്ടുന്നേ? അവള് ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെയാണ് പെരുമാറണ്ടേ? എടാ, ആരാന്റെ കുഞ്ഞിനെ അവള് വയറ്റിട്ടുണ്ടോ നടക്കുന്നേ? നീ എന്തിനാ പിന്നെ അവളെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കണമെന്ന് ചോദിക്കാം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളാണെങ്കിൽ 3-4 മാസമായിട്ട് ഒന്നിച്ചൊരു മുറി പോലും അല്ല കഴിയുന്നേ, 2 മുറിയിലല്ല കഴിയുന്നേ. പിന്നെ എന്താണ് നിന്റെ കുഞ്ഞാൻ വഴിയില്ലെന്ന് പറയാ. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, അതെ ഇതെന്റെ കുഞ്ഞാന്ന് തന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് കേട്ടപ്പം രേഖയും
പ്രിയയും കൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു സംശയക്കുറവില്ല, ഇത് ഗോവിന്ദണ്ണ ഗീത ചേച്ചിനും കുഞ്ഞു തന്നെയാ. ഇത് ഇത്ര താമസിച്ചു പോയത് എന്താന്ന് മാത്രമേ ഞങ്ങൾക്കൊരു സംശയമുള്ളൂ. രഞ്ജുവിനും എനിക്കും ഈ പറയുന്ന പ്രിയക്കാക്കിയാണല്ലോ നേരത്തെ തന്നെ അറിയായിരുന്നു ഇവര് എത്രയും പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവുന്ന. ഇത് കേട്ടതും രാധികയും വരുണും പരസ്പരം നോക്കണം. അപ്പൊ തങ്ങൾക്ക് മാത്രമാണ് ഈ രഹസ്യങ്ങളൊന്നും അറിയാതിരുന്നേ. അപ്പൊ ഇവരൊന്നിച്ചാണോ കഴിഞ്ഞിരുന്നേ എന്നൊരു ചിന്തയുണ്ട്. എന്നാലും അത് എങ്ങനെ സംഭവിച്ചു? ഈ സമയം ഗീതനോട് ചോദിച്ചു രാധിക ചോദിച്ചു, എടി ഇതെങ്ങനെ സംഭവിച്ചു? സത്യം പറയാണ്. രാധികാമ്മയ്ക്ക് അറിയത്തില്ലേ? രാധികാമ്മ ഒന്നുമല്ലേ, 2 പ്രസവിച്ചല്ലേ, അതിന് ട്രിക്സും കാര്യങ്ങളൊക്കെ രാധികാമ്മയ്ക്ക് അറിയില്ലെന്ന് ചോദിക്കുക. രാധികാമ്മയുടെ മുഖത്ത് രക്തമയം മാറുന്നുപോയി. എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതെ, അതുപോലെ തന്നെയാണ് എന്റെ വയറ്റില് ഈ ഗർഭം ഉണ്ടായത്. ഇനിയിപ്പൊ രാധികാമ്മയ്ക്ക് ഇനിയിപ്പം അതിനേക്കാളും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ പറയാം. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ഗന്ധർവൻ എന്റെ എഴുത്തിലേക്ക് വന്നു പറയാ. ആ ഗന്ധർവനാ എനിക്ക് ഈ കുഞ്ഞിനെ സമ്മാനിച്ചെന്ന് പറയാം. ഇത് കേട്ടതിന് രാധികയോട് നീ അധികം നെകളിക്കണ്ടെന്ന് പറയാണ്. എന്ത്? ഞാനെന്തിനാ നെകളിക്കുന്നേ? ഞാൻ ഉള്ള കാര്യം പറയുമ്പോ രാധികാമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഈ സമയം രാധിക വന്ന് കോന്നിനടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ ഇതൊന്നും നീ വിശ്വസിക്കില്ല കേട്ടോ. എന്തേ, ഇവള് പഠിച്ച കളിയാ, ഇവള് ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെ നിന്റെ കുഞ്ഞാ? നിങ്ങൾ 2 മുറിയിലല്ലായിരുന്നോ? രാധികാമ്മേ, അതിനൊക്കെ അതിന്റെ സമയം കാലമൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെതായ രീതിക്ക് നടക്കുമെന്ന് പറയാ. പിന്നെ ഇവളുടെ കാര്യം അറിയാലോ, ഇവൾ അന്നൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കം നിലവിളിച്ചെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ ഗീത എന്ന് ചോദിക്കുക. അവരങ്ങോട്ടും ഇങ്ങോട്ട് സിനിമ ഡയലോഗ്സ് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രാധയ്ക്കും വരണം ഭ്രാന്തായി. നീ എന്താ കണ്ണ ഈ സിനിമ ഡയലോഗും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് നാണമില്ലെന്ന് ചോദിക്കുക. നീ എന്നാ ഞങ്ങളിട്ട് കുരങ്ങ് കളിപ്പിക്കാണോന്ന് ചോദിക്കുക. പെട്ടെന്ന് രേഖ പറഞ്ഞു, കളിപ്പിക്കാൻ നിന്ന് കൊടുത്തിട്ടുണ്ടെ പിന്നെ കളിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. എങ്ങനെയാണ് കുഞ്ഞുണ്ടായെന്ന് അറിയണം പോലും. അല്ല, നാണമുണ്ടോ നീക്ക്? കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവായ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായെന്നിരിക്കും, അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ വായ നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് രേഖ പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം വരുണിന്റെ മുഖത്തെ രക്തമായി അങ്ങോട്ട് മാറിപ്പോയി. വരുൺ ഇങ്ങനെ രൂക്ഷമായിട്ട് രേഖനെ നോക്കുവാണ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ എന്നുള്ള അർത്ഥത്തില്. പിന്നീട് കാഞ്ചനയോടായിട്ട് ഗോവിന്ദോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാഞ്ചനക്ക എത്രയും പെട്ടെന്ന് തന്നെ ഗീതുവിന്റെ അപ്പുറത്തെ മുറിയിലിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളും ബാഗും എല്ലാം എന്റെ മുറിയിലേക്ക് കൊണ്ട് വെക്കാൻ പറയണം. കാഞ്ചന പറഞ്ഞു, ഞാനോ? പിന്നല്ലാതെ ഞാനാണോ കൊണ്ടേ വെക്കണേ? രാധിക പറഞ്ഞു, അല്ല അത് പിന്നെ ഗോവിന്ദമോനെ എന്ന് പറയണം. കൂടുതലായിട്ടൊന്നും പറയണ്ടെന്ന് പറയണേ. പിന്നീട് ഗീതുവിനെ അങ്ങോട്ട് കോരിയെടുത്തു. ഈ സമയത്ത് നീ സ്റ്റെപ്പ് കയറി ഇറങ്ങൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് കൊണ്ടുവരുവാണ്. ഇത് കണ്ട് സമനില ഏറ്റ പോലെ രാധികയും വരണം നിൽക്കുകയാണ്. അങ്ങനെ അവര് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോണ സമയത്ത് രേഖ പ്രിയോട് ചോദിച്ചല്ല, നമുക്ക് വിജയലക്ഷ്മിയോടും രഞ്ജുനോടൊക്കെ കാര്യങ്ങൾ പറയേണ്ടതെന്ന് നിൽക്കുക. അപ്പൊ പ്രിയ പറഞ്ഞു, ഒരു പക്ഷേ ഇത് ഗീത ചേച്ചി ആയിരിക്കും വിളിച്ചു പറയുന്നത്. ഗീത ചേച്ചിക്ക് മനസ്സിന് സന്തോഷം കിട്ടുമല്ലോ, ഗീത ചേച്ചി എന്നെ വിളിച്ചു പറയട്ടെ എന്ന് പറയാം. തൽക്കാലത്തേക്ക് നമ്മളായിട്ട് ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ടെന്ന് പറയാം. ആ സമയം ഗീതവും ഗോവിന്ദും കൂടെ മുറിയിലായിരുന്നു. ഗോവിന്ദ് ഗീതുവിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് കുറെ ഉമ്മയെ കൊടുത്തിട്ട് ഞാനിത് പ്രതീക്ഷിച്ച കാര്യമല്ല കേട്ടോ എന്ന് പറയണേ. ഗീത പറഞ്ഞു, ഞാനിത് പണ്ടേ പ്രതീക്ഷിച്ച 7 ആഴ്ചത്തെ വളർച്ചയുണ്ടെന്ന് പറയാം, എന്നാലും എന്നും പറഞ്ഞുകൊണ്ട് ഗീതന്റെ വയറ്റിലേക്ക് ഗോവിന്ദ് ഉമ്മ വെക്കണം. എന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞുകിടന്ന് അനങ്ങുന്നുണ്ടെന്ന് പറയാണ്. 7 ആഴ്ചയാകുമ്പോഴോ? വെറുതെ പുളു അടിക്കാതെ ഗോവിന്ദട്ടാന്ന് പറയാ. അതെ, അവന്റെ ഇടിപ്പ് എനിക്ക് അറിയാന്ന് പറയാ. പിന്നെ ഇടിപ്പ് അറിഞ്ഞു പോലും, അതൊക്കെ വേറെ തോന്നല് മാത്രല്ലേ, ഇപ്പോഴൊന്നും അങ്ങനെ ഇടിപ്പൊന്നും അറിയാറായിട്ടില്ല, അതിന് ഇനിയും മാസങ്ങൾ കഴിയുമെന്ന് പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, നിനക്ക് അസൂയ, നിനക്ക് ആ ഇടിപ്പ് കേൾക്കാൻ പറ്റുന്നതിന്റെ അസൂയല്ലേന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്തിനാ അസൂയപ്പെടുന്നേ? എനിക്ക് അങ്ങനെ അസൂയൊന്നുമില്ല, എന്റെ വയറ്റിലല്ലേ അവൻ വളർന്നു വന്നോണ്ടിരിക്കണേ. അപ്പൊ ഇനി നമ്മള് അടിച്ചു പൊളിക്കാൻ അങ്ങോട്ട് പോവാന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് ഗീതുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.